ചേച്ചി പെട്ടെന്ന് വന്നെങ്കിൽ അരിയുണ്ട കഴിക്കായിരുന്നു. ഇഞ്ച കഴിക്കാതെ ഇയാളല്ലോ നേരത്തെ പറഞ്ഞ അറിയണ്ട വേണ്ടാന്ന്. മേടിച്ചോണ്ട് വരുന്ന സ്ഥിതിക്ക് കഴിക്കാലോ. കഴിക്കാലോ കൊണ്ടുവരും തരാൻ കേട്ടാ. രണ്ടും കൂടെ എങ്ങോട്ട് പോണ്? അടുക്കളയിലോട്ടായിരിക്കും. അല്ല പക്ഷെ അടുക്കളയിലോട്ട് പോ. അവിടെ അമ്മ ജോലി കൊണ്ടിരിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്ക്, കരയിപ്പിക്ക്. അതിപ്പോ പറയാനാണെങ്കിൽ അച്ഛനായിരുന്നു പറയേണ്ടത്. പാവം അമ്മയ്ക്ക് കിട്ടി. പിന്നെ അച്ഛനടുത്ത് ഗൗരവമുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? വെറുതെ നിന്നാലേ അച്ഛന് ദേഷ്യമാണ്. അതിന്റെ പശുന് ഉത്തരം പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയം കൂടി പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. പറയേ വേണ്ട. പിന്നെ അച്ഛൻ ആരെങ്കിലും തല്ലണമല്ലോ ക്ലൈമാക്സ് എടുത്തെനിക്ക്. ഞാൻ എന്താടായി അത്രയ്ക്ക് മോശക്കാരനാടായി? രണ്ടും കൂടെ അറിയുകയാണ് തന്തേരെ തള്ളേരെ മുഖത്ത് കൈകാര്യത്തേക്കായി. ചേട്ടൻ വന്നേ നമുക്ക് പോവാം. ഇല്ലെങ്കിലേ രാവിലെ അടുക്കള വെച്ച് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് ഫുൾ ഇപ്പൊ പറഞ്ഞു തീർക്കും. ഓ അടുക്കള വെച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നടേ. ഇത്ര പ്രാരാബ്ദം ഉണ്ട്, അതുകൊണ്ട് വീട് വയ്ക്കാൻ താമസിച്ച്. ഇത് ലോകത്തോടെ ഉള്ളതിനാടാ, എല്ലാ കുടുംബത്തിലും ഉണ്ട്, സർവ്വസാധാരണ തന്നെ. പക്ഷെ നമ്മുടെ കുടുംബം അസാധാരണമാണെന്നാണ് അമ്മയച്ഛനും പറയാറുള്ളത്. അറയുണ്ട്, നിരയുണ്ട്, കുളിക്കാൻ കുളമുണ്ട്, ഓടിക്കളിക്കാൻ പറമ്പുണ്ട്, വെട്ടിക്കൂട്ടാൻ തേങ്ങയുണ്ട്, ആനയുണ്ട്, കുഴിയാനയുണ്ട്, ചേനയുണ്ട്, എന്ന് വേണ്ട എല്ലാം ഉണ്ട്. നീലു പെട്ടെന്ന് പാടി പാടി. നിന്റെ ഭർത്താവിനെ എല്ലാം കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കണേ. എന്റെ ദൈവമേ, ഇപ്പൊ നീ ഇപ്പൊ വന്നിട്ട് എന്നെ കൊന്നനെ ഉമാര് രണ്ടും കൂടെ. ഇതുവഴി പോയപ്പോ ഞാൻ ചോദിച്ചു എവിടെ പോകണം. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ചേട്ടനും അനിയത്തിയും കൂടെ എന്നെ കൊല്ലാൻ നിൽക്കണേ. നീ ഇപ്പൊ വരാൻ താമസിച്ചെങ്കിൽ കൊന്നനെ എന്നെ. അച്ഛ വെറുതെ നാടകം കാണിക്കല്ലേ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ നീ ചുമ്മാ കോക്കറി കാണിച്ച് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിക്കാൻ വേണ്ട, നടക്കൂല. ശിവ അടി വാങ്ങുന്നുണ്ടാ. അവളെന്താ അമ്മ അടിക്കണത്? ഞാൻ കുറെ നാളെ ഒരു വീടിന്റെ ആശയം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. സമ്മതിച്ചു, അത് വെറും ആഗ്രഹം തന്നെ. പക്ഷെ ഇത് എൻ്റെ ആഗ്രഹമൊക്കെ പോയി. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കണത്. ഭാവി കാലത്ത് അമ്മയ്ക്ക് അച്ഛനും വയസ്സായി കഴിഞ്ഞാൽ ഒരു വീടുണ്ടാ സ്വന്തമായിട്ട് വീടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ പറയാനുള്ള അവള് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങളുടെ ചെറുപ്രായത്തിൽ നിങ്ങളുടെ പ്രായമുള്ള കുട്ടികൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീട്ടിലായിരിക്കും നിങ്ങളെ കളിച്ചും വളർന്നതൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ഈ പറയുമ്പോൾ അതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലാവില്ല. സമ്മതിച്ച് നല്ല വാടക വീട് തന്നെ എടുത്തിരിക്കണം എന്ന് പറഞ്ഞ് അമ്മയച്ചനും കാണിക്കണ മണ്ടത്തരത്തിൽ എനിക്ക് കൂട്ടിക്കാൻ പറ്റില്ല. സാഹചര്യമുണ്ട്, സ്ഥലമുണ്ട്, അതിനുള്ള സഹായിക്കാനുള്ള ബന്ധുക്കളുണ്ട്. എന്നിട്ട് ഒന്നും നിങ്ങൾ ചെയ്യണില്ല. ഇനി ഞാൻ പറഞ്ഞ എന്തെങ്കിലും കൂടിപ്പോവും, അമ്മയ്ക്കും വിഷമവും. അതുകൊണ്ട് ഒന്നും പറയണില്ല, പറയാൻ താല്പര്യമില്ല. സത്യം പറയാൻ കൈ അടിക്കാൻ തോന്നുന്നു. ബാലു എനിക്ക് അടുക്കള പണിയുണ്ട്, ഞാൻ പോട്ടെ. ചേട്ടൻ പറഞ്ഞിട്ട് പോയാൽ കേട്ടില്ലടാ. നീ എന്താ എതിർത്തൊന്നും സംസാരിക്കാത്ത? അച്ഛാ അത് ഞാൻ മനഃപൂർവ്വം പറയാത്തതല്ലേ. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ചേട്ടൻ പറഞ്ഞതിന്റെ ബാക്കിയൂടെ പറയേണ്ടി വരും. പക്ഷെ എന്തോ അച്ഛനും ഉമ്മച്ച് എനിക്കിത് പറയാൻ തോന്നുന്നില്ല. ആര് കരഞ്ഞ്? ഞാൻ കരഞ്ഞാ? പോച്ചവിടുന്ന്. ശിവ എന്തെങ്കിലും കഴിക്കാനാണോ തപ്പുന്നേ? അങ്ങനെയാണെങ്കിൽ തപ്പണ്ട, ഞാൻ കുറെ തപ്പി ചെയ്താ ഒന്നുമില്ല. നന്നായി. കഴിക്കാനും പോലും ഇല്ലാതായോ? മിണ്ടാതിരി, നിനക്കും അടിയിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടാ. മിണ്ടാതിരിക്കണേ? ചുമ്മാ കരാ ചുമ്മാ പറഞ്ഞ് കരയിപ്പിക്കണേ. അച്ഛാ ഞാൻ ഇവിടെ ആരും കരയിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ വെറുതെ മാറ്റി പറഞ്ഞ അങ്ങനെ ആക്കല്ലേ. ഇതാണ് പറയുന്നത്, ഇവിടെ എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ലാന്ന്. ഇതന്നെ ഞാൻ പറഞ്ഞത്. മോനേടാ വിഷ്ണു, മോൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. അതുകൊണ്ടല്ലേ അമ്മ ഒന്നും മിണ്ടാതെ നിന്നത്. അമ്മയുടെ കയ്യിൽ ആകെ ഉണ്ടെന്ന് പറയാൻ ദേ ഈ പാറുവിൻ്റെ പേരിലൊരു 3.5 ലക്ഷം രൂപ FD ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഒരു 3 ലക്ഷം രൂപയും കൂടി കാണും. പിന്നെ പടവലത്തെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് കാശ് തരുമല്ലോ, അതെല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. അതും ഉണ്ടാവും ഒരു 3 ലക്ഷം രൂപ. ആ ചിട്ടി വീണ് കിടക്കുകയാണ്. അങ്ങനെ ഒരു 9.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലുണ്ട്. പിന്നെ ഗോൾഡിൻ്റെ കാര്യം നിനക്കറിയാലോ, വിറ്റും പണയം വെച്ചൊക്കെ തീർന്നല്ലോ. എന്നാലും ഉണ്ടാവും ഒരു 10 പവൻ. അത് വിറ്റാലും കിട്ടും ഒരു 4 ലക്ഷം രൂപ എടുക്കുക, അതും കിട്ടും. അപ്പം എല്ലാം കൂടി ചേർച്ചൊരു 13.5 ലക്ഷം രൂപ അല്ലേ? പിന്നെ മോൻ ചെന്ന് പറയുകയാണെങ്കിൽ അച്ഛൻ ഒന്നും ചോദിക്കാതെ, അമ്മയെ പോലും വിളിച്ച് ചോദിക്കില്ല, ഒരു 10-15 സെൻറ്റ് സ്ഥലം പടവലത്തെ അച്ഛൻ എഴുതി തരും. വീട് വയ്ക്കാനാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസയും ഈ പൈസയും എല്ലാം കൂടി ചേർത്തിട്ടൊരു ചെറിയ വീട് വെക്കാൻ പറ്റും നമുക്ക്. അത് മതിയടാ നമുക്ക് എല്ലാവർക്കും കൂടെ താമസിക്കാൻ. അല്ലാതെ ഈ വീട്ടുകാരറിഞ്ഞ സ്ഥലം മേടിച്ചിട്ട് അതിൻ്റെ ആധാരം കൊണ്ട് പണയം വെച്ചിട്ട് വലിയൊരു കൊട്ടാരം പണിത് അതിൽ താമസിക്കാനൊന്നും അമ്മയ്ക്ക് അച്ഛനൊന്നും ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ കയ്യിൽ പൈസയും ഇല്ലല്ലോ അത്രയൊന്നും. ലച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിനക്ക് 25 വയസ്സ്. നീ സാധാരണയാണല്ലേ? എടാ നീ 1 പവൻ്റെ ആഭരണം നീ കൊടുത്താ പിന്നെ അവർ സ്ത്രീധനം ചോദിച്ചില്ല, നമ്മളിട്ട് കൊടുക്കാനും പോയില്ല.
കൊട്ടാരം പോലത്തെ വീട്ടിൽ ജനിച്ചത് നമ്മളെ തെറ്റൊന്നും അല്ലടേ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ കെട്ടിപ്പിടിച്ച് കിടക്കാനും പോയല്ലോ നമ്മൾ പ്രായം കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് കഷ്ടപ്പെടാൻ തന്നെ നമ്മൾ ഇറങ്ങി തിരിക്കുകയും ചെയ്യും. ഡേയ് നീ ഇറങ്ങടാ, നെഞ്ചു പിരിച്ച് മുന്നേ ഇറങ്ങ്. നീ തള്ളേനെ നോക്കടാ, തോക്കണമെങ്കിൽ നോക്കട്ട്. വീട് നമുക്ക് പുല്ലാണ്. കുടുംബത്തോടെ തോറ്റ ഒരു കുഴപ്പമില്ല, റോട്ടി ഇറങ്ങാം. ഡാ റോട്ടി ഇറങ്ങി ഫൈറ്റ് ചെയ്യാടാ. അതിന് നാണക്കേട് വിചാരിക്കണ്ട. തോക്കണമെങ്കിൽ സർവ്വസാധാരണം തന്നെ. ഇറങ്ങ്, നെഞ്ചു പിരിച്ചിറങ്ങ്. തള്ളേനെ നീ നോക്ക്, വാ ഇറങ്ങ്. ഡാ ബാലുവിന്റെ നീലുവിന്റെ സമ്പത്ത് മക്കൾ 5 അത്രേ ഉള്ളൂ. അച്ഛൻ പിടിച്ചു തിരിച്ചു പിടിച്ച് ഇറങ്ങിപ്പൊടി. അച്ഛാ ഇവിടെ അച്ഛാ സോറി. ചില സമയത്ത് അങ്ങനെ അറിയാണ്ട് പറഞ്ഞു പോണാണ്. സോറി. മോൻ പറഞ്ഞല്ല സത്യം തന്നെ. എന്തിനാ സോറി പറയണേ? പിന്നെ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, അത് നല്ലതാ. ഏയ് ഇതൊന്നും ആലോചിക്കാനൊന്നും പാടില്ല. അച്ഛൻ വീടച്ഛ സോറി പറഞ്ഞില്ലേ പിന്നെ എന്തുന്നാ? ഇതൊന്നും പറയണ്ട കേട്ടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്താണ് എനിക്ക് മാത്രം? കാരണം എനിക്ക് നിന്നെ അത്രക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട്. അമ്മ കേട്ട് പറയണേ. ഇപ്പൊ സങ്കടം വന്നാ, സങ്കടം വന്നാ ഇതുപോലെ തന്നെ മറ്റുള്ളവരെ പറയുമ്പോ, അച്ഛൻ ഇനി ഇതും പറഞ്ഞുകൊണ്ട് പ്രതികാരദാഹിയായിട്ട് നടക്കണം അച്ഛാ. നടന്നോളാം. എന്ത് ലച്ചു ചേച്ചി വന്ന് മുറി കയറി കഥ അടച്ച്. ഹരിയുടെ ഒന്നും വാങ്ങിച്ചു കാണത്തില്ല. അതിപ്പോ ഇപ്പൊ വന്നേളൂ. അവള് എപ്പോ പോയത്? അത് ശരിക്കും അവള് പോയത് ഈ ബ്യൂട്ടി പാർലറിൽ പോയതാ. അതെന്തിന്? അല്ല, ഈ മുടി എന്തോ സ്മൂത്തനിങ് ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനൊക്കെ ആയിട്ട് പോയതാ. ഇനി കുട്ടമ്പിള്ള പിന്നെ എന്തിനാ തള്ളാൻ ഇവിടെ കള്ളം പറഞ്ഞ അടുത്ത്? എവിടെ അവള്? ബാലു, നിങ്ങൾ എന്തിനാ വെറുതെ അവളുടെ അടുത്ത് ചൂടാൻ പോണത്? അവളുടെ ഭർത്താവിന് അവളോട് സ്നേഹമുള്ളതുകൊണ്ട് ബ്യൂട്ടി പാർലറിലൊക്കെ വിട്ട് മുടി സ്ട്രൈറ്റനിങ് ചെയ്യിക്കുകയും പിന്നെ ഫേഷ്യൽ ചെയ്യിക്കുകയൊക്കെ ചെയ്യുന്നു. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമ്മളെ വിടണില്ല, പോകുന്നവരെങ്കിലും പോട്ടെ. അല്ല, ഞാനിവിടെ ജോലിക്ക് പോകുന്നത് ബ്യൂട്ടി പാർലറിൽ പോണോടി. എനിക്ക് പറഞ്ഞില്ലല്ലോ. പണ്ടെന്നെ കറക്കിയെടുത്ത പോലെയാടി എനിക്ക് ചമഞ്ഞ് വന്നത്. ഇനിയിപ്പോ നീ വീട്ടിൽ ചുന്നരിയാൻ പറഞ്ഞത് മൊട്ടയടിച്ച് പാവം ചെയ്ത് നടക്കാൻ പോണവള്. അവളെ ഞാൻ കാണിട്ട് എന്തോ അവളെ പിടിക്കാൻ നോക്കാം.